ക്യാന്, വില്ല്, ഷാള്, മേ, മൈറ്റ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കും. ക്യാൻ ഐ ഗോ, ക്യാൻ ഐ കം, ഇതുപോലെ ധാരാളം നമ്മൾ എന്ത് വെച്ചിട്ടാണ് ചോദിക്കേണ്ടതെന്ന് അറിയാത്ത സമയത്ത് നമ്മൾ ക്യാനെ വയ്ക്കും. എളുപ്പമല്ലേ, എല്ലാം ക്യാൻ വെച്ചിട്ടാണ് തുടങ്ങാം. പക്ഷെ ഇത് കൂടാതെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേറെയും മോഡൽ വെർബുകളുണ്ട്. ഷാള്, വില്ല് ഇതുപോലെ എല്ലാം വെച്ചിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഓരോ കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ടാണെന്ന് മാത്രം. ഷുഡ് ഐ ഗോ ദർ എന്നുള്ളൊരു ചോദ്യമാണ്. ഷുഡ് ഐ ഗോ ദർ, ഞാനവിടെ പോകണോ? ഞാനവിടെ പോകണമെന്ന് ചോദിക്കുന്നത് ഒരു ഒപ്പീനിയനാണ്, അഭിപ്രായമാണ്, അല്ലെങ്കിൽ ഒരു അഡ്വൈസാണ്. അപ്പം ഞാനവിടെ പോണത് മറ്റൊരാളോട്, അച്ഛനോടോ അമ്മയോടോ മറ്റുള്ള ആരോടെങ്കിലും ഒരു അഡ്വൈസ് ചോദിക്കുന്നു. ഫ്രണ്ട്സിനോടും ആവാം. ഷുഡ് ഐ ഗോ ദർ, ഞാനവിടെ പോകണോ? അപ്പോൾ ഷുഡ് വെച്ചിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും. അതൊരു ഒപ്പീനിയനാണ്, അല്ലെങ്കിൽ ഒരു അഡ്വൈസാണ്. അതേപോലെ തന്നെ മസ്റ്റ് മോഡൽ വെർബാണ്, വേറൊരു മോഡൽ വെർബ്. ഈ മസ്റ്റ് വെച്ചിട്ടൊന്നും ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടിട്ടില്ല. അതെന്താ, മസ്റ്റിന് ചോദ്യം ചോദിക്കാൻ പാടില്ലേ? ഷുഡ് പോലെ തന്നെ അർത്ഥത്തിൽ നേരിയ വ്യത്യാസമുണ്ട്. മസ്റ്റ് വെച്ചിട്ട് നമ്മൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും. മസ്റ്റ് ഐ ഡു ഇറ്റ്, മസ്റ്റ് ഐ ഡു ഇറ്റ്, ഞാനത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. പക്ഷെ അതിൻ്റെ നെസസിറ്റി, റിക്വയർമെൻറ്റ്, ഇതിനെയാണ് മസ്റ്റ് കാണിക്കുന്നത്. ഞാനത് ചെയ്യേണ്ടത് ആവശ്യമാണോ? മസ്റ്റ് ഐ ഡു ഇറ്റ്. മസ്റ്റ് വെച്ചിട്ടും ഷുഡ് പോലെ തന്നെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്, പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും. നമ്മളാരും അങ്ങനെ മസ്റ്റ് എന്ന് ഉപയോഗിച്ചിട്ട് ചോദ്യം ചോദിക്കുന്നത് കേട്ടിട്ടില്ല. എന്താ മസ്റ്റിനോടൊരു ശത്രുത എന്നറിയില്ല. മസ്റ്റ് വെച്ചിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാൻ കഴിയും, നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും. പക്ഷെ അതിന് ചില കോണ്ടെക്സ്റ്റ് ഉണ്ടെന്ന് മാത്രം. അപ്പോൾ മസ്റ്റ് ഐ ഡു ഇറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നെസസിറ്റിയാണ്. അപ്പോൾ ഷുഡ് നമ്മൾ ഒപ്പീനിയനും അഡ്വൈസും പറഞ്ഞ പോലെ ഇവിടെ റിക്വയർമെൻറ്റ്, റിക്വയർഡ് ആണോ നെസസിറ്റി, ഇതിനനുസരിച്ചിട്ടാണ് മസ്റ്റ് ഐ ഡു ഇറ്റ് എന്നുള്ളത് ആ കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഒബ്ലിഗേഷനെ, നെസസിറ്റിയൊക്കെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ മുതിർന്ന ആൾക്കാരെ അല്ലെങ്കിൽ അച്ഛനമ്മമാരെ നോക്കേണ്ടത്, സംരക്ഷിക്കേണ്ടത് എൻ്റെ ആവശ്യമാണോ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഒരു ഒബ്ലിഗേഷൻ എന്നുള്ള രീതിയിൽ. മസ്റ്റ് ഐ ടേക്ക് കെയർ ഓഫ് മൈ പാരൻസ്, ക്വസ്റ്റ്യൻ ആണ്. മസ്റ്റ് ഐ ടേക്ക് കെയർ ഓഫ് മൈ പാരൻസ്, അവിടെ നെസസിറ്റി അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ, നമ്മുടെ ഒരു കടമയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും നമുക്ക് ധൈര്യമായിട്ട് മസ്റ്റ് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ മസ്റ്റ് വെച്ചിട്ടും ചോദ്യം ചോദിക്കാൻ പഠിക്കുക. മസ്റ്റ് ഐ ഗോ ദർ, മസ്റ്റ് ഐ ഗോ ദർ എന്ന് ചോദിച്ചാൽ ഞാനവിടെ പോകണോ? പക്ഷെ അതും നെസസിറ്റി അല്ലെങ്കിൽ ഒബ്ലിഗേഷനാണ്. അങ്ങനെ പോകേണ്ടതായിട്ടുള്ള നെസസിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ഉണ്ടോ? അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഷുഡോ കേനോ ഉപയോഗിക്കാതെ ഇത് തന്നെ മസ്റ്റ് തന്നെ ഉപയോഗിക്കണം. മറ്റുള്ള മോഡൽ വെർബുകളെ പോലെ തന്നെ മസ്റ്റിനും അതിൻ്റേതായിട്ടുള്ള അർത്ഥം, സാഹചര്യം, കോണ്ടെക്സ്റ്റും എല്ലാം ഉണ്ട്. അപ്പോൾ മസ്റ്റ് വെച്ചിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും. ഒരു നെസസിറ്റിയെക്കുറിച്ച്, റിക്വയർമെൻറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് മസ്റ്റ് ഐ ഡു ഇറ്റ് അതുപോലുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കി പരിശീലിക്കുക. പിന്നെ ഒബ്ലിഗേഷൻ വരുന്ന സമയത്ത് മസ്റ്റ് ഐ ടേക്ക് കെയർ ഓഫ് മൈ പാരൻസ് എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ നെസസിറ്റി വരുന്ന സമയത്ത് മസ്റ്റ് ഐ ഗോ ദർ, ഞാനവിടെ പോകണോ, അതൊരു ഒബ്ലിഗേഷൻ ആണോ ഒരു നെസസിറ്റി ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് തരംതിരിച്ച് ഉപയോഗിക്കുക. താങ്ക് യു.